ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹാസ് ക്രിയേഷൻസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഒരു ബർഗണ്ടി ഷെയ്ഡിൽ ഹെന്ന റെഡിയാക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി പാർലറിലൊന്നും പോയിട്ട് അധികം കാശൊന്നും ചിലവാക്കി ഹെന്ന അവിടെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം ഒരു അടിപൊളി ഹെന്ന മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഹെന്ന മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണേ. അപ്പം ബീട്രൂട്ട് നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ബർഗണ്ടി കളർ ഷെയ്ഡ് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് ജാറിലൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ബീട്രൂട്ട് എടുത്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ. അപ്പോഴേക്കും നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഗ്ലാസ് എന്നുള്ളത് ഒരു 3/4 ഗ്ലാസ്സൊക്കെ ആവുന്ന വരെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പം എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ കുറച്ച് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ നീളമുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് 2 ബീറ്റ്റൂട്ടൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഇതുപോലെ നല്ല കടുപ്പത്തിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെയും ആ ഒരു ചായപ്പൊടിയുടെയൊക്കെ ആ ഒരു കളർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും നല്ല ഡാർക്ക് ഒരു കറക്റ്റ് ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ആ കളർ തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെന്ന നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500 ഒക്കെ എങ്ങനെയാവും അല്ലേ ഒരു ഹെന്ന ചെയ്യുമ്പോൾ. അത് നമ്മൾ ഷോർട്ട് ലെങ്ത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിലാവുമ്പോൾ നമുക്ക് കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് എനിക്കൊന്നിന് കുറച്ച് സമയം ആ ഹെയറിൽ ഇട്ട് വയ്ക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമായിട്ട് തോന്നണുള്ളൂ. ഇതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ നല്ല എളുപ്പമാണ്. ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് അരിച്ചു കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആ ഒരു വെള്ളം അങ്ങ് ഊറ്റി അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഹെന്ന മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയൺ കടായിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അയണിൻ്റെ ഏത് പാത്രം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എടുക്കാം. ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആണിയെങ്കിലും ഉണ്ടാവില്ലേ. അപ്പം ആ ഒരു ആണിയെങ്കിലും നിങ്ങൾക്ക് ഈ മിക്സിലേക്ക് അവസാനമല്ല നമ്മളെ തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആ ഇരുമ്പിൻ്റെ സത്ത് നമ്മുടെ ഹെയറിന് അത്രയും നല്ലതാണ്. ഹെയറിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾ മാക്സിമം അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ സിങ്ങിൻ്റെ ഒരു ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ തന്നെ നമ്മളുടെ സാധാ മൈലാഞ്ചി ഇല ഉണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാനപ്പോൾ ഇവിടെ ഈ ഒരു പാക്കറ്റിൻ്റെ ഹാഫ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ഹെയറേ ഉള്ളൂ. അപ്പം എനിക്കത് തന്നെ ധാരാളമാണ്. അപ്പം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഹെന്ന പൗഡർ കട്ട പിടിക്കാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാൻ നടുവിലത്തെ ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അവിടേക്ക് ആ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഹെന്ന പൗഡർ കുറേശ്ശെയായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ സ്പൂണിൻ്റെ അടിഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വിടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട പിടിക്കാതെ തന്നെ സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ ഒരുവിധം മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് കട്ടിയുണ്ട്, പക്ഷെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് ഇനിയിപ്പം ലെമൺ ജ്യൂസും എഗ്ഗൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. അപ്പം ഇനി ഇത് അങ്ങനെ ആയിട്ടില്ല എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ലേശം വെള്ളം കൂടിയിട്ട് നമ്മൾ മറ്റേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരിച്ചപ്പം, ആ ബീട്രൂട്ടിൻ്റെ ബാലൻസ് ഉള്ള ആ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് ആക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഒരു ലെമണും കൂടി എടുത്ത് സ്ക്വീസ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് ലൂസായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലെമൺ ഇതിൽ ചേർക്കുമ്പോഴേക്കും ലെമൺ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ബെസ്റ്റാണ്. നമ്മുടെ ഹെയർ നല്ല സിൽക്ക് ആൻഡ് ഷൈനി ആയിട്ടൊക്കെ കിടക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതാ ഏതാണ്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെന്ന മിക്സ് റെഡി ആയി കഴിയുമ്പോഴേക്കും ഓവർനൈറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അയൺ കടായിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം തണുപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് റെഫ്രിജറേറ്ററിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. ഞാനിതിൽ ചെയ്യുന്നില്ല, കാരണം ഇതിൽ അത്യാവശ്യം തണുപ്പുണ്ടാകും. അപ്പം നമുക്ക് രാവിലെ ഇനി എന്താ ബാക്കി ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ഞാൻ സംഭവം എടുത്ത് നോക്കി. അപ്പം ഏതാണ്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു അയൺ കടായിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടില്ലേ ബ്ലാക്ക് കളറായിട്ട്, അത് നമ്മുടെ ആ ഇരുമ്പ് തരികളൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ എന്താ പറയുക കുറച്ച് ലൂസായിട്ട് നമ്മുടെ ആ ഒരു ഹെന്നയിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു അയൺ കണ്ടൻ്റ് എല്ലാം അതിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ചേർന്നോളും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതുപോലൊരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എഗ്ഗ് ഒരു നല്ല കണ്ടീഷണറാണ്. അത് മാത്രമല്ല നമ്മുടെ മുടിക്കൊക്കെ നല്ല ഉള്ളുകൂടി തോന്നിക്കും. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞ ശേഷം നിങ്ങളൊരു 1 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പം കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്തപ്പം കുറച്ച് കട്ടിയായിട്ടിരുന്ന സംഭവം ഇപ്പം നമ്മളിത് ഫൈനലായിട്ട് ആ എഗ്ഗ് കൂടി ചേർത്തപ്പോഴേക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഹെന്ന മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊരു 1 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം എടുത്ത് തലയിൽ കംപ്ലീറ്റ് തലമുടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പം നല്ല കളറ് വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു 2 hours തലയിൽ തേച്ചിട്ട് നിൽക്കാം കേട്ടോ. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour നിങ്ങളിത് തലയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പം അതിന് ശേഷം ജസ്റ്റ് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഷാമ്പു നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ കളറൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ തല വാഷ് ചെയ്യുമ്പോൾ മാത്രം ഷാമ്പു ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പം 100% ആയിട്ട് നമുക്ക് നാച്ചുറൽ അടിപൊളി ഒരു ഹെന്ന മിക്സ് ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ കെമിക്കൽ, നമ്മുടെ വീട്ടിൽ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെന്ന മിക്സ് ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.